നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും GT മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന 3 സിനിമകളുടെ വിശേഷം. രണ്ട് സിനിമകൾ ഇന്നലെ റിലീസ് ചെയ്തു, ഇന്ന് ദിലീപേട്ടൻ ചിത്രം റിലീസ് ചെയ്തു. അപ്പോൾ ഈ 3 സിനിമകളുടെ അഭിപ്രായങ്ങൾ പൊതുവെ എങ്ങനെയുണ്ടെന്നുള്ളതും, പിന്നെ അതുകൂടാതെ ഈ 3 സിനിമകൾ ഇന്നലെ 2 സിനിമകൾ ഇറങ്ങിയതിന്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. പോരാതെ ഇന്നിറങ്ങിയ ദിലീപേട്ടൻ സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പം 3 സിനിമയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒക്കെ ഒന്ന് പരിഗണിച്ചേക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സുരാജേട്ടനും ഷറഫുദ്ദീനും കൂടെ ഒന്നിച്ച് അഭിനയിച്ച് പടക്കളം എന്ന് പറയുന്ന സിനിമയിലേക്ക് വരാം. ആ സിനിമയ്ക്ക് ഒരു മിക്സഡ് അഭിപ്രായമാണ് പൊതുവെ എല്ലായിടത്തും നിന്നും കിട്ടിയിരിക്കുന്നത്. കുറേ ആൾക്കാർക്ക് ഒരു ആവറേജ് അതിന് മുകളിലുള്ള അഭിപ്രായമാണ്. വലിയൊരു ഭയങ്കര കോമഡി അല്ലെങ്കിൽ വെറൈറ്റി മൂവി എന്നുള്ള ഒരു രീതിയിലേക്ക് അതിൻ്റെ അഭിപ്രായത്തിന് എത്താൻ സാധിച്ചിട്ടില്ല. എങ്കിലും ആവറേജിന് മുകളിലുള്ള ഒരു അഭിപ്രായം ശരാശരി സിനിമയായിട്ട് എല്ലാവരും തന്നെ വിലയിരുത്തുന്നുണ്ട്. അഭിനയം കൊണ്ടായാലും കുറേ രംഗങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറേ മൊമെൻ്റ് ആ സിനിമയ്ക്ക് ഉണ്ടെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പടക്കളം സിനിമയ്ക്ക് ഇപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ വിറ്റുപോകുന്ന ടിക്കറ്റ് എന്ന് പറയുന്നത് 8000 ടിക്കറ്റ് മാത്രമാണ്. അപ്പോൾ ആ സിനിമ എത്രത്തോളം സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുള്ളതൊക്കെ കണ്ടറിയണം. എന്തായാലും മനു സ്വരാജിൻ്റെ സംവിധാനത്തിൽ വിജയ് ആൻ്റണി നിർമ്മിച്ച് വന്നൊരു സിനിമയായിരുന്നു. വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്കൊത്ത ഒരു സിനിമ എഫക്റ്റ് തിയേറ്ററുകളിൽ ഉണ്ടാക്കാൻ സാധിച്ചോ എന്നുള്ളത് വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഇന്നലത്തെ ഓപ്പണിംഗ് ഡേയിൽ കേരളത്തിൽ നിന്നും 24 ലക്ഷം രൂപയും കേരളത്തിന് പുറത്ത് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ 3 ലക്ഷം രൂപയും നേടി മൊത്തം 27 കോടി രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ വന്നിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലെ കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ആയിട്ടില്ല. എന്തായാലും 27 ലക്ഷം രൂപ മാത്രമാണ് ഇപ്പം നിലവിൽ ഒരു ഫസ്റ്റ് ഡേ കളക്ഷനായിട്ട് പടക്കളം സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് ആസിഫ് അലിയുടെ, നമുക്കറിയാം ആസിഫ് അലി തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ട് അവസാനത്തെ കുറേ സിനിമകൾ നമുക്ക് വലിയൊരു പ്രതീക്ഷയുടെ ഒരു അങ്ങ് പരകോടിയിലെത്തിയ സിനിമകളായിരുന്നു. ഇപ്പം തലവനാണെങ്കിലും കിഷ്കിന്ധകാണ്ഡമാണെങ്കിലും രേഖാചിത്രമാണെങ്കിലും അവസാനം ഇറങ്ങിയ 3-4 സിനിമ, ഈ 3 സിനിമകൾ മതി. അദ്ദേഹത്തിൻ്റെ റേഞ്ച് കൂടി ഇപ്പോൾ അവസാനം ഇറങ്ങിയ കിഷ്കിന്ധകാണ്ഡവും രേഖാചിത്രവും 50 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടി. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോക്സ് ഓഫീസ് പവർ, ആദ്യമായിട്ട് 50 കോടിയിലെത്തിയ സിനിമയാണ് കിഷ്കിന്ധകാണ്ഡം. അത് കഴിഞ്ഞിട്ട് വന്ന രേഖാചിത്രവും 50 കോടി നേടി. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു ബോക്സ് ഓഫീസ് പവർ കാണിച്ചു തന്ന സിനിമകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പണ്ടത്തെ കൂട്ട് ഉള്ള ചപ്പുചവർ സിനിമകളിൽ നിന്നൊക്കെ മാറി അത്യാവശ്യം ക്വാളിറ്റിയുള്ള അത്യാവശ്യം നല്ല സിനിമകളൊക്കെ അഭിനയിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനടുത്ത് വന്ന നമുക്കറിയാം അടിയോ സമീപമായാലും ലെവൽ ക്രോസ് സിനിമയാണെങ്കിൽ അത്യാവശ്യം നല്ല അഭിപ്രായം കിട്ടിയ സിനിമയാണ്. ഹിറ്റായില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഈ 3 സിനിമകൾക്ക് ശേഷം സർക്കിട്ട് എന്ന് പറയുന്ന ഒരു ലോ ഹൈപ്പ്, വലിയൊരു പ്രതീക്ഷയോ കാര്യങ്ങളോ ഒന്നുമില്ല, വലിയ കൊട്ടി പോഷോ ഒന്നുമില്ല, തിയേറ്ററുകളിൽ വന്ന് നൈസായിട്ട് വന്ന് എല്ലാ പ്രേക്ഷകരുടെയും ഒരു ഭൂരിഭാഗം പ്രേക്ഷകരുടെയും ഇഷ്ട സിനിമയായിട്ട് സർക്കിട്ട് സിനിമയ്ക്ക് മാറാൻ സാധിച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു ഫീൽ ഗുഡ് മൂവി എന്ന നിലയിൽ എല്ലാവർക്കും, അത്യാവശ്യം കണ്ട എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് ഇറങ്ങി പോകുന്ന ഒരു സിനിമയായിട്ട് സർക്കിട്ട് സിനിമ, ഈ ആസിഫ് അലി സിനിമയ്ക്ക് മാറാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. 1001 നുണകൾ എന്ന് പറയുന്ന സിനിമ സംവിധാനത്തിന് ശേഷം തമർ KV സംവിധാനം ചെയ്യുന്നൊരു സിനിമയായിരുന്നു. എന്തായാലും അത് നല്ല രീതിയിൽ സംവിധാനവും കഥയും രചിച്ചിട്ടുണ്ട്. ആ ഒരു തിരക്കഥ എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുള്ളതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അത് ഇപ്പൊ രേഖ ഈ സിനിമയ്ക്ക്, സർക്കിട്ട് സിനിമയ്ക്ക് അവസാനത്തെ 24 മണിക്കൂറിൽ 8000 ടിക്കറ്റ് മാത്രമേ വിറ്റ് പോകുന്നുള്ളൂ. അത് മാത്രമാണ് നമുക്കിപ്പം നിലവിൽ ഒരു വിഷമകരമായിട്ടുള്ള അവസ്ഥ. എങ്കിലും കുഴപ്പമില്ലാത്ത ഓപ്പണിംഗ് ഡേ കളക്ഷൻ വന്നു. കേരളത്തിൽ നിന്നും 37 ലക്ഷം രൂപ കളക്ഷനും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മൊത്തത്തിൽ 4 ലക്ഷം രൂപ, ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ. അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 41 ലക്ഷം രൂപയാണ് ഓപ്പണിംഗ് ഡേയിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. ഓവർസീസിലെ കണക്കുകൾ പുറത്ത് വന്നിട്ടില്ല. എന്തായാലും ഒരു പോരാ, ഇത്രയും വലിയ ഹിറ്റുകൾ 50 കോടി അടിച്ച 2 സിനിമകളൊക്കെ നിൽക്കുന്ന ടൈമിൽ ഒരു ഫുൾ പോസിറ്റീവ് അഭിപ്രായം കിട്ടിയ സിനിമയ്ക്ക് കിട്ടിയ കളക്ഷൻ വളരെ ശോകം തന്നെയാണ്. എങ്കിലും ഒരു 81 കോടി രൂപ റേഞ്ചിലുള്ള കളക്ഷൻ വരേണ്ടതായിരുന്നു. എന്തുകൊണ്ടോ വന്നില്ല. എനിക്ക് തോന്നുന്നു തുടരും സിനിമ അത്രയും വലിയൊരു ഹിറ്റ്, പോസിറ്റീവ് അഭിപ്രായം കിട്ടി ഇത്രയും ദിവസങ്ങൾക്ക് ശേഷവും അതിന് കൂടുതൽ ആൾക്കാർ കയറുന്നതുകൊണ്ടായിരിക്കാം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇതിൻ്റെ തേരോട്ടം, ഇത് ഹിറ്റാവോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുന്നത്. നല്ലൊരു പോസിറ്റീവ് അഭിപ്രായം കിട്ടിയ സിനിമയാണ്. ഇനി ദിലീപേട്ടൻ ചിത്രം ഇന്ന് നമുക്കറിയാം
പ്രിൻസ് വന്നിരിക്കുകയാണ്. എന്തായാലും 34 വർഷത്തെ അഭിനയ ജീവിതത്തിലൂടെ കടന്നുപോയ ആളാണ് ദിലീപേട്ടൻ എന്ന് പറയുന്നത്. ദിലീപേട്ടൻ്റെ 150ാമത്തെ ചിത്രം എന്ന നിലയിലും ഒരു ഫാമിലി ഒരു മൂവിയായിട്ട് വന്ന് പഴയ ആ ജനപ്രിയ നായകൻ്റെ ആ ഒരു പ്രതാപത്തിലേക്ക് തിരിച്ചു വരൂ എന്നുള്ള ഒരു പ്രതീക്ഷയുള്ള ഒരു സിനിമയായിരുന്നു പ്രിൻസ് എന്ന് പറയുന്നത്. ദിലീപേട്ടനെ കൂടാതെ ധ്യാൻ ശ്രീനിവാസൻ, ജോണി ആൻ്റണി, മഞ്ജു പിള്ള, സിദ്ദിഖ്, ഊർവശി, വിന്ദു പണിക്കർ, അങ്ങനെ വലിയൊരു താരനിര തന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ബിൻഡോ സെബാസ്റ്റ്യൻ ആണ് ഇതിൻ്റെ സംവിധാനം. നമുക്കറിയാം ഷാരിസ് മുഹമ്മദ് 2-3 സിനിമയിലൂടെ നമ്മളെ ഞെട്ടിച്ചതാണ് കഥ കൊണ്ടൊക്കെ. ജനഗണമനയായാലും ക്വീൻ ആയാലും അങ്ങനെ കുറേ അധികം നല്ല കഥാപശ്ചാത്തലമുള്ള സിനിമകളാണ് അദ്ദേഹത്തിൻ്റെ ഇതിനു മുൻപ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ വരുന്ന ഒരു സിനിമ ആയതുകൊണ്ട് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ കാത്തു സൂക്ഷിച്ചെന്ന് തന്നെ പറയാൻ സാധിക്കും. ലിസ്റ്റൻ സ്റ്റീഫൻ്റെ നിർമ്മാണത്തിൽ വന്ന ഈ സിനിമയ്ക്ക് എല്ലായിടത്തും തന്നെ ഫസ്റ്റ് ഹാഫിന് അല്പം ഡൗൺ ആയെങ്കിലും സെക്കൻഡ് ഹാഫിൽ കയറി അങ്ങോട്ട് കൊളുത്തി നല്ലൊരു തിരക്കഥയിലൂടെ അത്യാവശ്യം നല്ല രീതിയിൽ ചിന്തിച്ചും ചിരിച്ചും ഈ കാലത്തിൽ ചർച്ച ചെയ്യേണ്ടതായ ഒരു കാലിക പ്രസിദ്ധമായ സബ്ജക്റ്റ് ചർച്ച ചെയ്തും സിനിമ മുന്നോട്ട് പോയി. ദിലീപേട്ടൻ്റെ പ്രകടനം അസാമാന്യമായിട്ട് കുറേ നാളുകൾക്ക് ശേഷം ദിലീപേട്ടനെ തിരിച്ചു കിട്ടുന്ന ഒരു പ്രകടനമൊക്കെ കാണാൻ സാധിച്ചെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് അത്യാവശ്യം എല്ലായിടത്തും തന്നെ ഒരു ഫുൾ പോസിറ്റീവ് അഭിപ്രായം കിട്ടിയ ഒരു സിനിമയായിട്ട് ദിലീപേട്ടൻ്റെ പ്രിൻസ് മാറാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും 150ാമത്തെ ചിത്രം ഹിറ്റാവോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കണ്ടറിയണം. എന്തായാലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് വെച്ചിട്ട് 24 മണിക്കൂറിലായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ടിക്കറ്റിന്റെ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ 1 മണിക്കൂറിൽ 1800-2000 ടിക്കറ്റ് റേഞ്ചിലൊക്കെ വിറ്റ് പോകുന്നുണ്ട്. അതിനർത്ഥം സിനിമ പോസിറ്റീവായി ആൾക്കാർ സിനിമ കാണാനായിട്ട് കൂടുതൽ ആൾക്കാർ തിയേറ്ററുകളിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ സിനിമ ഇന്ന് ഓപ്പണിംഗ് ഡേയിൽ പ്രീസെയിൽ കളക്ഷനായിട്ട് ഉച്ചവരെയുള്ള കണക്കുകൾ പ്രകാരം 30 ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത്. എൻ്റെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ച് ഒരു 70-80 ലക്ഷം രൂപ, ചിലപ്പോൾ 1 കോടി രൂപയ്ക്ക് അടുത്ത് പോലും ഓപ്പണിംഗ് ഡേയിൽ കേരള കളക്ഷനായിട്ട് സ്വന്തമാക്കാൻ സാധ്യതയുണ്ട്. വേൾഡ് വൈഡ് ഒരു 1.5-2 കോടി റേഞ്ചിലൊക്കെ വരണം, കണ്ടറിയണം. എന്തായാലും സിനിമയ്ക്ക് ഹിറ്റാണെങ്കിൽ ഒരു 10-30 കോടി രൂപയെങ്കിലും തിയേറ്റർ കളക്ഷനായിട്ട് നേടേണ്ടതായിട്ടുണ്ട്. ഇത്രയും നല്ലൊരു പോസിറ്റീവ് അഭിപ്രായം വന്ന സിനിമ 50 കോടി ക്ലബിലെങ്കിലും ഈ സിനിമയെങ്കിലും എത്തുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തുടരും സിനിമയുടെ എഫക്റ്റ്, തുടരും സിനിമയുടെ ആ ഒരു പവർ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയധികം പോസിറ്റീവ് അഭിപ്രായം കിട്ടിയ ഇപ്പോൾ സർക്കിട്ട് ആണെങ്കിലും ദിലീപേട്ടൻ്റെ പ്രിൻസ് ആണെങ്കിലും പടക്കളത്തിനാണെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്. ആ ഒരു പവറിനെ എതിർത്ത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ അമ്മാതിരി ബുക്കിങ്ങും ആളുകളുടെ ഒരു കുത്തൊഴുക്കും ഈ സിനിമകൾക്ക് വരേണ്ടതായിട്ടുണ്ട്. വരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ദിലീപേട്ടൻ ചിത്രം ഒരു പോസിറ്റീവ് അഭിപ്രായം, കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു രാമലീല സിനിമയ്ക്ക് ശേഷം പോസിറ്റീവ് അഭിപ്രായം കിട്ടിയ ഒരു സിനിമയാണിത്. അപ്പം അത് എത്രത്തോളം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സർക്കിട്ട് ആണെങ്കിലും നല്ലൊരു പോസിറ്റീവ് അഭിപ്രായം കിട്ടി, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തുക. പടക്കളം. അപ്പോൾ ഈ 3 സിനിമകളുടെ കൃത്യമായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടും പ്രീസെയിൽ കളക്ഷനും ഒക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.